എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല 2 കിടിലൻ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് തിരക്കുള്ള സമയത്ത്, അതുപോലെ ഞായറാഴ്ചകളിൽ പെട്ടെന്ന് ജോലിയൊക്കെ തീർത്ത് കുറച്ച് ഫ്രീ ആയിരിക്കണം തോന്നുമ്പോൾ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ 2 റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കണം. ഈ സമയത്താണ് മോളിന്ന് ഒരു സൗണ്ട് കേട്ട്, മോളിന്നല്ല ഇവിടെ നിന്നൊരു സൗണ്ട് കേട്ടു. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ സൗണ്ട് ഇതാ സൺസൈഡിൻ്റെ മേലെ കയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴേക്ക് വിളിച്ചിട്ട് എത്ര വിളിച്ചിട്ടും ഇറങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ അടുക്കള വഴി കയറിയതാണെന്ന് തോന്നുന്നു, വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ അശ്വിൻ അവളെ ഇറക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ. പക്ഷേ എന്ത് ചെയ്തിട്ടും അവൾ ഇറങ്ങുന്നേ ഇല്ല. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ അവൾ വേഗം ഇറങ്ങും കേട്ടോ. അവരുടെ ഫുഡ് അത് നമ്മൾ ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചിരിക്കില്ലേ, അതിങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഓടി വരും കേട്ടോ. അപ്പോൾ അവൻ ആ ഫുഡ് എടുത്തിട്ട് കുലുക്കിയപ്പോൾ ഓടി വന്നതാണ്. അപ്പോൾ അവർക്ക് ഈ നമ്മുടെ ചോറിനെക്കാട്ടിലൊക്കെ ഭയങ്കര ഇഷ്ടം അവരുടെ ഫുഡ് തന്നെയാണ് കേട്ടോ. അത് നമ്മൾ ആ ഭാഗത്തേക്ക്, ആ ഫുഡ് വെച്ച ഭാഗത്തേക്ക് പോയാൽ തന്നെ ഓടി വന്ന് കരയും ഫുഡ് വേണം പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെയാണ് അവർ 2 പേരും. അങ്ങനെ നമ്മുടെ സോണ്ടൂനെയൊക്കെ ഇറക്കി വിട്ടു, അവർക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. അതൊക്കെ നമ്മുടെ അശ്വൻ ചെയ്തോളും കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ കുക്കിംഗ് കാര്യങ്ങളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സാധാരണ പറയുമ്പോൾ തന്നെ വളരെ 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 സിമ്പിളായിട്ടുള്ള 2 റെസിപ്പി തന്നെയാണ്. സിമ്പിൾ മാത്രമല്ല, ടേസ്റ്റ് ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചിക്കനൊക്കെ ഈ രീതിക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എണ്ണയും ലാഭമാണ്, ടേസ്റ്റും ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉള്ളിയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കൂട്ടാൻ വെക്കുന്ന സമയത്ത്, അതായത് ഈ ചിക്കൻ കറി വെക്കുന്ന, കറിയല്ല ഡ്രൈ ആണ് കേട്ടോ, ഇത് വെക്കുന്ന സമയത്ത് ഇങ്ങനെ വേണം അരിയാൻ വേണ്ടിയിട്ട്. നമ്മൾ കോഴിമുട്ടയ്ക്കൊക്കെ നല്ല നൈസായിട്ട് അരിയില്ലേ, ഇന്ന പോലെ വേണം നമ്മൾ അരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വലിയ 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെ വെക്കുന്നതിന് കുറച്ച് മസാല വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയുള്ളി കുറച്ച് കൂടുതൽ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയുള്ളി എടുത്ത് നല്ലപോലെ തന്നെ ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ അളവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചെടുക്കാം. നമ്മളിപ്പോൾ ഒരു 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, അതിനാണ് ഒരു 3 വലിയ ഉള്ളി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ മൺചട്ടി വെക്കുന്നത് കൊണ്ട് തന്നെ ഒന്നുകൂടെ ടേസ്റ്റ് കൂടാൻ ഭയങ്കര സാധ്യത കൂടുതലാണല്ലോ. അതിൽ നമ്മൾ വെക്കുമ്പോൾ അതിൽ എണ്ണയും നമുക്ക് വളരെ കുറവ് മതി കേട്ടോ. ആകപ്പാടെ നമ്മൾ ഈ ചിക്കൻ വെക്കുന്നതിന് ഇത്രമാത്രം എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് എണ്ണയെ നമ്മൾ ചേർക്കുന്നില്ല. എണ്ണ ചൂടായി വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുത്ത് അത് വാടി വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ അടുപ്പിൽ നമ്മൾ കുറച്ച് കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒന്ന് പുഴുങ്ങി വരട്ടെ. അപ്പോൾ വലിയുള്ളി ഒന്ന് നന്നായി തന്നെ ഒന്ന് വഴണ്ടി വരണം. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഇതാ കണ്ടോ, നമ്മുടെ വലിയുള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട് കേട്ടോ. മസാല മീൻസ് നമ്മൾ ഉദ്ദേശിച്ചത് പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇതിൽ പച്ചമുളകും കൂടെ വേണമെങ്കിൽ ചതച്ച് ചേർക്കുക, പക്ഷെ ഞാൻ ഇതിൽ പച്ചമുളക് ചേർക്കുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. നമ്മളിതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വഴണ്ട് വരണം കേട്ടോ. ഒരുപാട് ബ്രൗൺ കളർ ആകണ്ട, എന്നാലും ഈ ഒരു സൈസിൽ വേണം നമ്മുടെ ഉള്ളി വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ചൂടായി വരണം കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. സൈഡിൽ നിന്ന് ഇങ്ങനെ ചിക്കൻ്റെ വെള്ളമൊക്കെ വരാൻ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂണ് എരിവുള്ള മുളക് പൊടി, 1 സ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ എരിവ് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്വാണ്ടിറ്റിയിലാണ് നമ്മുടെ എരിവും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടിയുടെ അളവൊന്നും കൂട്ടരുത് കേട്ടോ. കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് റെഡിയായി വരുമ്പോൾ ടേസ്റ്റ് ഒരു മാതിരി തോന്നും. അതെല്ലാം ചേർത്ത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇതെല്ലാം വെള്ളവും ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. നമ്മളിതിലേക്ക് വെള്ളവും ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാണ്ട് വേണം കേട്ടോ നമ്മുടെ ഇന്നത്തെ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ
തിളച്ച് വന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി വെന്ത് വരട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മൾ സാലഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു കളർഫുൾ സാലഡ് തന്നെയാണ്. നമ്മുടെ ചെറിയുള്ളിയല്ല, വലിയുള്ളി, ക്യാരറ്റ്, പച്ചമുളക്, മല്ലിത്തല ഇതെല്ലാം ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം തന്നെ നമ്മൾ തൈര് ചേർക്കുന്നില്ല, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സമയം നമ്മൾ എല്ലാം റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും, അതാണ് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് മെല്ലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന പാകമായിട്ടുണ്ട്. ആ പാകമാകുന്ന സമയത്ത് 1 ടീസ്പൂണ് നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറും ടേസ്റ്റുമാണ്. ഇനിയിപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ മസാല ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരവും കൂടെ ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് അങ്ങനെ ഒന്ന് വെന്ത് വരട്ടെ, നല്ലപോലെ എണ്ണ ഒന്നുകൂടി തെളിഞ്ഞ് വരട്ടെ. അത് അടച്ചവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എളുപ്പത്തിൽ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. കുക്കറിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ആട്ടിയ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടില്ല നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് എല്ലാ സ്പൈസസും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ചേർക്കുമ്പോൾ തന്നെ കുറച്ച് പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് ഇതെല്ലാം ചേർത്ത് അത് പൊട്ടി വന്നതിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു പീസ് വലിയുള്ളിയും ചെറിയൊരു പീസ് ക്യാരറ്റും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ സ്പൈസസ് ഒന്നും അധികം ചേർക്കരുത് കേട്ടോ. നല്ലോണം കൊണ്ട് മണം വരട്ടെ എന്ന് പറഞ്ഞ് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര കുത്തലായിപ്പോവും. അപ്പം നമ്മൾ ഇതൊക്കെ പേരിന് 1-2 മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയം കൊണ്ട് നമ്മൾ അരിയൊക്കെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 20 മിനിറ്റ് നല്ലപോലെ തന്നെ കുതിർത്ത് വന്ന അരി നമ്മൾ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം അങ്ങനെ ഒന്ന് റെഡിയായിട്ട് വരട്ടെ. ഒരുപാട് അത് വഴറ്റിയെടുക്കണ്ട, ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. ആ നേരം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ കണ്ടു നല്ല പോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പോലെ വെന്ത് മസാലയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേറെ വെളിച്ചെണ്ണ പിന്നീട് നമ്മൾ ഒഴിച്ചിട്ടില്ല, അതുപോലെ തന്നെ വെള്ളവും ഒഴിച്ചിട്ടില്ല. ഇത് രണ്ടും ഒഴിക്കാണ്ടാണ് നമ്മൾ ഇന്ന് ചിക്കൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മസാലയ്ക്കാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിത്തല കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഡാർക്ക് കളറിലിരിക്കും കേട്ടോ. നമ്മുടെ ക്യാമറയിൽ അത്ര കളറ് കാണുന്നില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം കറക്റ്റ് ഒറിജിനൽ കളറ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നോക്കി, പക്ഷേ അതങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. ശരിക്കും നല്ല ഡാർക്ക് കളറ് നല്ല ഇരിക്കും കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ റൈസൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഹൈ ഫ്ലെയിമിലല്ല. ചിക്കൻ ഒന്ന് ഇളക്കി അതിലേക്കൊരു മല്ലിത്തല ചേർക്കോളം നമ്മൾ റൈസ് ഇങ്ങനെ വെച്ചു. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് അതിൽ 1 മുറി നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ കുഞ്ഞു നാരങ്ങ ആയ കാരണമാണ് 1 എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ നാരങ്ങയായിരുന്നു കേട്ടോ. അത് ശരിക്കും പറയുകയാണെങ്കിൽ വലിയ നാരങ്ങയുടെ 1 മുറി നാരങ്ങയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 1 മുറി നാരങ്ങ ഒഴിച്ചു കൊടുത്ത് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് തിള വരുമ്പോൾ അടച്ച് വെച്ച് ഒരൊറ്റ ഒരു വിസിൽ അടിച്ചത് നമ്മൾ ഓഫ് ചെയ്തിട്ട് അരമണിക്കൂർ നമ്മുടെ കുക്കർ തുറക്കാതെ വെക്കണം കേട്ടോ. അതിൻ്റെ ആവി പോയി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ തുറന്നെടുക്കരുത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കുക്കറിൽ റൈസ് വെക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുക്കറിൽ റൈസ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല, അത് ഒട്ടും പോലെ ഇരിക്കും, അതത്ര നന്നായിരിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ എപ്പോഴും ദം ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ വെച്ചിട്ടുള്ള റൈസ് ഞാൻ കുക്കറിൽ വിസിലടിച്ച് തന്നെയാണ് കേട്ടോ. പക്ഷേ അത് നമ്മൾ കുക്കറിൽ വിസിലടിക്കുന്ന സമയത്ത് അടിച്ച് അതിൻ്റെ പ്രഷർ പോയ ഉടനെ തുറക്കുമ്പോഴാണ് അതൊരു ഒട്ടൽ പോലെ ഒരു മാതിരി പോലെ ടേസ്റ്റ് കുറവൊക്കെ നമുക്ക് തോന്നാറുള്ളത് കേട്ടോ. 1 വിസിലടിച്ചാൽ മതി, അധികം വിസിൽ അടിക്കരുത്. 1 വിസിലടിക്കുക, ഓഫ് ചെയ്യുക, അരമണിക്കൂർ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ആ അരമണിക്കൂർ സാധാരണ നമ്മൾ അടുപ്പിൽ വെച്ച് ദം ചെയ്യുന്ന അതേപോലെ ആയിരിക്കും കേട്ടോ. അതാണ് അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ കിടക്കുന്ന നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ മാറ്റി വെച്ചു കേട്ടോ. ഇല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് അത് കടിച്ചു കഴിഞ്ഞാൽ വായിൻ്റെ ടേസ്റ്റ് ആകെ മാറും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ സ്വാദും നമുക്ക് കിട്ടില്ല കേട്ടോ. നിങ്ങൾ റൈസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അത് നല്ല ഉതിർന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ 20 മിനിറ്റ് ദം ചെയ്യുന്ന അതേ ടേസ്റ്റോടുകൂടിയും അതേ ഇതോടുകൂടിയും നമുക്ക് കിട്ടും കേട്ടോ.
അപ്പോൾ ഞാൻ ആ റൈസൊക്കെ ഒന്ന് പ്ലേറ്റിങ് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ പ്ലേറ്റ് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ മേലെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊന്നും മാറിപ്പോകാണ്ട് അങ്ങനെ എടുത്ത് പ്ലേറ്റ് വെച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്യണേ നല്ല ഉതിർന്നിട്ടുള്ള റൈസ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സത്യം പറയാലോ, കുക്കറിൽ ആദ്യമായിട്ടാണ് ഞാൻ വിസിലടിച്ച് റൈസ് വെച്ചിരിക്കുന്നത്. അത് ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള റൈസും ചിക്കനും പിന്നെ ഒരു മുട്ട വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു റൈത്ത വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് നമ്മുടെ ഗ്രേവി കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നേരം നമുക്ക് വഴറ്റി സമയം കളയണ്ട, അതുപോലെ തന്നെ എണ്ണ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യേണ്ട. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നെയ്യ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതെല്ലാം ചേർത്ത് കൊടുക്കും, ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ റൈസിലും ചിക്കനിലും ആദ്യമേ ചേർത്തിട്ടുള്ള എണ്ണ മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മൾ എണ്ണയോ നെയ്യോ രണ്ടിലും ചേർത്ത് കൊടുത്തിട്ടില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ചിക്കനും റൈസിൻ്റെയും രഹസ്യം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ പുതിയൊരു വീഡിയോ